മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകൾ കൊടുത്തു അവർ താമസം തുടങ്ങി. ഇനി ടൗൺഷിപ്പിലെ വർക്ക് എവിടെ വരെ എത്തി നോക്കിയാലോ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കിൽ കാണില്ലേ, എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൽപ്പറ്റ ടൗൺഷിപ്പ്, നമ്മുടെ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന കൽപ്പറ്റ ടൗൺഷിപ്പിൻ്റെ വീടിൻ്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അതായത് കാഴ്ചകൾ, വർക്ക് ഇവിടെ വരെ എത്തി, വർക്ക് തീരാറായ ഒക്കെ നോക്കട്ടോ. വീഡിയോ മൊത്തമായിട്ട് കണ്ടാളി, എൻ്റെ പിന്നാലെ അവിടെ പോയിട്ടോ. അതുകൂടാതെ സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലേ അതൊക്കെ അവിടെ ചെയ്ത് സപ്പോർട്ട് ചെയ്താളിട്ടാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വരുന്ന ഈ എൻട്രൻസ്, ഇതിന് ഈ 171 വീടുകൾക്ക് 1-2 ടാറിങ് എൻട്രൻസ് വരുന്നുണ്ട്. ഒന്ന് അപ്പുറത്ത് കൂടി ഈ ഭാഗത്ത് കൂടി സെൻട്രൽ ഭാഗത്തൊരു ഒഴിവ് കാണുന്നുണ്ട്. അവിടെ ഇനി റോഡാണോ താൽക്കാലിക ചെറിയൊരു ഒഴിഞ്ഞ ഏരിയ കേട്ടോ, വീടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അവിടെ കുറച്ച് നല്ല ഏരിയ ഉണ്ട്, അവിടേക്ക് ഇനി റോഡുണ്ടോ എന്നറിയില്ല. ഇവിടുത്തെ ഈ ഭാഗത്ത് റോഡ് ടാറിങ്, ഡ്രെയിനേജ് വർക്ക്, ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക്, ഡ്രെയിനേജിലെ ബാക്കി പൈപ്പ് ലൈനുകളൊക്കെ പോകാനുള്ള വർക്ക്, അതും ഏകദേശം ഫിനിഷിംഗ് ആണ്. ഇനിതാ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീടുകളുടെ വർക്ക് ഫുള്ള് ഫിനിഷിങ് കേട്ടോ. അതിലേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ, ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ വർക്കുകളൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്ന മാതിരി തന്നെ നമുക്ക് തോന്നും കേട്ടോ. അതായത് ഇനി പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല ഇവിടെ. ഇൻ്റർലോക്കിൻ്റെ വർക്ക് എന്തോ ഉണ്ടെങ്കിലായി, അതൊക്കെ പെട്ടെന്ന് ഒരുപാട് ജോലിക്കാരുള്ള ഒരു ഏരിയ അല്ലേ. പിന്നെ ജോലിക്കാരിൻ്റെ അഭിപ്രായത്തിൽ കുറേയൊക്കെ ചിലപ്പം വോട്ട് ചെയ്യാനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടോ. അങ്ങനെയാണ് തന്നെ അവർ പെട്ടെന്ന് ഇവിടെ എത്തിക്കോളൂ കേട്ടോ. അവരുടെ യൂണിറ്റ് അവിടെ കോൺക്രീറ്റ് മിക്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ റോഡ് സൈഡ് കുറച്ചൊരു ഒഴിഞ്ഞ ഏരിയ. ഇനി ഇവിടെ വീട് പൊങ്ങാനുള്ളതാണോ ആയിരിക്കില്ല, ഇനി വേറെ പല പല കാര്യങ്ങൾ വരാനുള്ളല്ലേ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് ഫെസിലിറ്റീസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അതിനുള്ള ഒഴിവുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഹോസ്പിറ്റല്, അതുപോലെ ബസ് സർവീസ് വരെ ഈ റോഡിലൂടെ പോകുന്നുണ്ട്. അപ്പം ബസ് സ്റ്റോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് 90 വീടുകളുടെ സെപ്റ്റി ടാങ്ക് കേട്ടോ. 90 വീട്, വലിയ സെപ്റ്റി ടാങ്ക്. ഓരോ വീടിനും ഒരു വീടിൻ്റെ മുറ്റത്ത് ഒറ്റ സെപ്റ്റി ടാങ്കില്ല, മുമ്പേ പറഞ്ഞതാണ്. അപ്പം ഈ സെപ്റ്റി ടാങ്കിന് തന്നെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഭാഗത്താണൊക്കെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ ഓവർഫ്ലോ ആവുന്ന വെള്ളം അപ്പുറത്തെ ടാങ്കിലേക്ക്, അതിൽ ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ട് വെള്ളത്തിനെ വലിച്ചെടുക്കുന്ന പരിപാടി, അടിപൊളി പരിപാടി കേട്ടോ. അതിലിപ്പോൾ അടിഭാഗത്ത് വേവിച്ചില്ലി, മുകളിൽ നല്ല മണ്ണ് നിറയ്ക്കാനുള്ളതായിരിക്കും. ഇതാണ് കേട്ടോ മെയിനോള്. അതായത് ഓരോ വീട്ടിൽ നിന്ന് വരുന്ന കണക്ഷൻ ഏകദേശം 15 മീറ്റർ വിട്ടിട്ട് ഓരോരോ മെയിനോളുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒരാളെക്കാട്ടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിൽ ആ ടാങ്കിൽ തന്നെ ഒരു ചെറിയൊരു കോണിയും കാണുന്നുണ്ട്. അതിലേക്ക് അത്രയും ഹൈറ്റല്ലേ. മെയിനുകളിലൊക്കെ ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. എന്തായാലും നമ്മളെ വീടുകളിലൊക്കെ കൊടുക്കുന്ന മെയിനുകൾ ചിന്ന മെയിനുകളല്ലേ, ഇത് വലിയ മെയിനുകൾ. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നുള്ള കണക്ഷനുകൾ അതിലേക്ക് കൊടുത്തിട്ട് ഡ്രെയിനേജിലൂടെ പൈപ്പിലൂടെ പോയിട്ട് അവിടുത്തെ ടാങ്കിലേക്ക് എത്തുന്ന പരിപാടി. ഈ ഭാഗത്ത് ഫുള്ള് വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പം നമുക്കിനി നേരെ ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലേക്ക് അങ്ങനെ കയറാം. ഒക്കെ ഫുള്ള് റോഡ് വർക്ക് തന്നെ കേട്ടോ ഈ ഏരിയയിൽ. 121 വീടുകളുടെ ഇതിൽ കുറച്ച് വീടുകളുടെ വർക്ക് തീരാനുള്ളൂ. ഫുള്ള് ബൗണ്ടറി വർക്കൊക്കെ ഫുള്ള് ഫിനിഷിംഗ് ആണ്. ഗേറ്റ് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡ്രെയിനേജ് ഇതിലൊക്കെ വളഞ്ഞ് വരുന്നുണ്ടല്ലോ. ആഹാ, ഈ തെങ്ങ് ആർക്കും കിട്ടിയോ? ഇല്ല, ഇതൊക്കെ കമ്പനി വകയായിരിക്കും. ഇതിൻ്റെ ഉള്ളിലൊരു തെങ്ങൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം തേങ്ങ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടുന്ന് റോഡിൽ നിന്ന് കയറുന്ന ആ ഭാഗത്തേക്കായിട്ട് തന്നെ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് കറക്റ്റ് സിറ്റ് ഔട്ടിലേക്ക് കണക്കായിട്ട്
ഈ മുൻഭാഗത്തുള്ള മതിൽ നെറ്റാട്ടോ. നെറ്റ് എന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് നെറ്റാണ്. ഒരു ഡിസൈൻ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ. ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ട് നിങ്ങൾ, ഒരു വളവൊക്കെ ഉണ്ട്, ഡിസൈൻ ഉണ്ട്. അതാണ് ഓപ്പൺ മതിൽ തന്നെ. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് എല്ലാവരും കൂടി ഉള്ളപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഇതിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പം തന്നെ നോക്കി കേട്ടോ, വീടുകളുടെ പെയിൻറ്റിങ് മൊത്തം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലുള്ള വീടുകളിലൊന്നും ഒരു ജോലിക്കാരും ഇല്ല കേട്ടോ. ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്ത ഏരിയയാണ്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പൊളിച്ച് മാറ്റുന്നു. കാര്യമായിട്ട് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്കാണ്. ശരിക്കും അതൊന്നും കഴിയാതെ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ. പൊടി വാഹനങ്ങൾ അങ്ങോട്ട് കൂടി പോകുമ്പോൾ അതൊക്കെ തന്നെ റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുള്ളതാണ്. ഇവിടെ ഡബിൾ റോഡായിട്ടാണ് വരുന്നത്. നല്ല വീതിയുള്ള ഒരു ഏരിയ കേട്ടോ. ഇനി ഇതിലേ പോയിട്ട് ഇതിലെവിടെ എത്തുക ആർക്കിച്ചുണ്ട്. 171 വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്ന് കാണാൻ പറഞ്ഞാൽ കുറച്ച് പ്രശ്നം തന്നെയാണ്. അതും വെയിലത്ത് അല്ലേ. തലക്കൊടൊക്കെ വെച്ച് ജോലിക്കാരിങ്ങനെ പണിയെടുക്കുന്നുണ്ട്. ഡ്രെയിനേജിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്ലാബ് വർക്ക് ഇതൊക്കെ മലയാളികൾ തന്നെ കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴും ഇതാ ഈ ഭാഗത്തുള്ള വീടിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷായിട്ട് നിൽക്കുന്ന കാഴ്ച തന്നെയാട്ടോ നമ്മളിവിടെയും കാണുന്നത്. വീടിൻ്റെ ഉള്ളോട്ടൊന്നും കയറില്ല കേട്ടോ. വീടിൻ്റെ ഉള്ളോട്ട് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഫുള്ള് കാണിച്ചതാണ്. അവിടെ റോഡിൻ്റെ വർക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു 2 വീടിൻ്റെ വർക്കുണ്ടല്ലോ, പ്ലാസ്റ്റിങ് വരെ നടക്കാനുള്ള. ഇപ്പോൾ തേപ്പ് നടക്കുന്ന ഭാഗത്തുനിന്ന് ഒരു വീടിൻ്റെ ഉള്ളൊരു ടീം, അങ്ങനത്തെ ഒരു 3 ടീം കൂടി വന്നാൽ ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ പ്ലാസ്റ്റിങ് കഴിയും. ഇവിടെ ടാറിങ്ങൊക്കെ റോഡിൻ്റെ മുകളിൽ ഫുള്ള് ഇൻ്റർലോക്കല്ലേ. അത് ശരി. അപ്പം ടാറിങ് അല്ല, ഫുള്ള് ഇൻ്റർലോക്കിൻ്റെ പരിപാടി തന്നെയാണ്. അങ്ങനെ വരട്ടെ. ഇവിടെ അതല്ലാണ്ട് ഈ സൈഡിൽ ഒരു ഒഴിവുള്ള ഒരു ഏരിയയിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇൻ്റർലോക്ക് അങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവിടെ അതാ കോൺക്രീറ്റ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്. ഇൻ്റർലോക്ക് ഇതവിടെ ലോഡ് കണക്കിന് ഇറക്കിയിട്ട് കേട്ടോ. റോഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള അത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഇൻ്റർലോക്ക് ഇതാ വീതിയുള്ള ഇൻ്റർലോക്ക് ഇവിടെ ഉണ്ട്. 7, 8 അല്ലേ, അല്ല 7, 9 ഏതായാലും ആ വീതിയിലുള്ള. പിന്നെ ഇതൊക്കെ റോഡിൻ്റെ മുകളിലേക്കുള്ള സാധനം എത്ര ഇറക്കിയിട്ട് ഇതാ ഞാൻ പറഞ്ഞ ഒരു 0 ഗ്രൗണ്ട് മാതിരിയുള്ള ഏരിയ കേട്ടോ. ബാക്കിയുള്ള ഫെസിലിറ്റീസുകളൊക്കെ വരാനുള്ള ഏരിയകൾ ഇതൊക്കെ ആയിരിക്കും. ഇനി ഗ്രൗണ്ടൊക്കെ അവിടെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരുപാട് കുറച്ച് നല്ലൊരു ഏരിയ ഉണ്ട്. ഇനി ഇവിടെ ഇനി വീട് വരിക എന്നുള്ളത് അറിയില്ല. എന്നാലും പറഞ്ഞ നല്ലൊരു ഒഴിഞ്ഞൊരു ഏരിയ ആണ്. ഇവിടാണ് ഇവർ മൊത്തത്തിൽ സാധനം ലോഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് വർക്ക് സാധനങ്ങളൊക്കെ തട്ടുന്നത്. അതായത് ഓരോ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ട പീസാൻഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. ബാക്കി കോൺക്രീറ്റിനുള്ള സാധനമൊക്കെ നമ്മുടെ ഡംപിങ് ആ യൂണിറ്റിലേക്കാണ് പോവുക. അവിടെ ഒരുപാട് ഓടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് ഓടിൻ്റെ ഒരു അംശം പോലും കാണാനില്ല. ഫുള്ള് ഓടും എല്ലാ വീടിൻ്റെ മുകളിൽ എത്തി കഴിഞ്ഞ് കുറച്ച് അവിടെ ഒരു 3 വീട് കാണുന്നുണ്ട് വർക്ക് പ്ലാസ്റ്ററിങ്ങിനായിട്ട്. ബാക്കി വർക്കുകളൊന്നും കാണുന്നു. ഇപ്പോൾ ആ ശരിപ്പണികൾ, അതായത് ഡോർ ഫിറ്റിങ് അങ്ങനത്തെ പണികളൊക്കെ ഫൈനൽ വർക്കുകളൊക്കെ എന്തെങ്കിലും ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഏകദേശം നമ്മുടെ കാഴ്ചയിൽ തീർന്ന പോലെ തന്നെ റോഡിൻ്റെ വർക്ക് കഴിയുന്നതോടുകൂടി ബാക്കി ചില്ലറ ബാക്കിയുള്ള വർക്കുകളൊക്കെ അതുകൂടി ഫിനിഷ് ആവുന്നതായിരിക്കും. ആ ഒരു ഫിനിഷിങ്ങോടുകൂടി നമ്മുടെ ഇതിലേക്ക് വരേണ്ട ആളുകൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് ഇവിടേക്ക് താമസം മാറാൻ പറ്റുന്ന രീതിയിൽ എത്തിയെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു കേട്ടോ. വീടുകൾ കാണുന്ന വീടുകളൊക്കെ ഫുള്ള് ഫിനിഷിങ്ങിൽ ആണ് കാണുന്നത്.
അപ്പോൾ 171 വീട് കേട്ടോ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഇനി അപ്പുറത്തെ വീടിൻ്റെ വർക്കുണ്ട്, അത് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇതായിട്ട് നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസ് എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ ഒരു എൻട്രൻസ്, ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നതിന് ശേഷം രണ്ടാമത്തെ എൻട്രൻസ്. ഈ റോഡ് നല്ല വീതിയുണ്ട് കേട്ടോ, നല്ല വീതിയിലാണ് ഈ റോഡ്. ഇതിപ്പോൾ ഈ 171 വീടുകളുടെ ഈ സെക്ഷൻ, ഈ ഭാഗത്തേക്കുള്ള സെക്ഷൻ കുറച്ച് ഉയർന്ന പ്രദേശത്ത് നിന്നായി പോയല്ലോ. അത് കഴിഞ്ഞ് അടുത്ത 130 വീടുകൾ, 310 വീടാന്ന് തോന്നുന്നു ഇവിടെ അല്ലേ, അതിനാന്ന് തോന്നുന്നു കണക്ക്. ബാക്കി ഒരു 410 വീടാണ് മൊത്തത്തിൽ വേണ്ട. അതിൽ 100 വീട് ലീഗുകാർ നിർമ്മിച്ച് നൽകുന്നുണ്ടല്ലോ. അപ്പം 310 വീടുകൾ മൊത്തം. അതിൽ ബാക്കി വീടുകളുടെ വർക്കൊക്കെ അവിടെയും ഫുള്ള് സ്ട്രക്ചറായിട്ടുണ്ട്. പെയിൻറ്റിങ് ഒറ്റൊന്നിൻ്റെ തൊട്ടില്ല, ബാക്കി പ്ലാസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞ ഒരുപാട് വീടുകൾ അവിടെ കാണാം. അവിടെ പെയിൻറ്റിങ് തൊട്ട് താഴ്ചയിലേക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് വെറുതെ സൂം ചെയ്തെടുക്കണ്ട. ഈ പോകുന്ന റോഡിൽ നിന്ന് ഇപ്പുറത്തെ സെക്ഷനിലേക്ക് ഓരോ റോഡിലേക്ക് ഈ റോഡിലേക്ക് കയറാനുള്ള അവസരമുണ്ട്. അപ്പം നേരത്തെ ഞാനിതാ അതിലേ അങ്ങനെ വന്നിട്ട് ആ പുല്ലിൻ്റെ ഇത് കാഴ്ച കാണിച്ചില്ലേ, അതുവരെ വന്നിട്ട് പിന്നെ അവിടെ ബ്ലോക്ക് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തെ റോഡിലേക്ക് ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളുണ്ടോ നല്ല ഉഷാറായിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു താഴ്ചയുള്ളൊരു ഏരിയയാണ്. ഇതിൽ ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ കാണാം. ഇതിലേക്കുള്ള ആളുകളാണ്. ഇപ്പോൾ ഇവർക്ക് വഴി എന്തായാലും ഇതിലെ റോഡുണ്ടാവും. അതൊക്കെ അവർക്ക് ഏത് നിമിഷം ഇതിലേ പോകേണ്ട അത്യാവശ്യം. പണി നടക്കുന്ന തുടക്കത്തിലുള്ള സമയത്തും ആളുകളെ തടയാൻ ഇവർക്ക് കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പോകണം. ഇപ്പോൾ ഞാൻ ആളുകൾക്ക് തന്നെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇതിലേ പോകണം. എന്തായാലും ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്ന സ്ഥലത്ത് ഒരാളുകൾ ഇതുവരെ തടഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ തുരങ്കപാതൻ്റെ വർക്കിൻ്റെ മാതിരി ഒരൊറ്റൊന്നിനും അങ്ങോട്ട് കയറാൻ പറ്റാത്ത, മേപ്പാടി കള്ളാടി അവിടെ നിന്ന് അങ്ങോട്ട് ദൂരത്തുനിന്നും കാണാനല്ലാതെ അങ്ങോട്ട് കയറി കാണാൻ പറ്റില്ല. പിന്നെ അവിടെ വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക് അപകടം കേട്ടോ, ഞാൻ പറഞ്ഞു നോക്കണ്ട നിങ്ങൾ. അപ്പോൾ അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ടായിരിക്കും. അതായത് നല്ല ഹരം അങ്ങോട്ട് നോക്കിയിട്ടില്ലേ, ഫുള്ള് വീടുകൾ. അപ്പോൾ ഇതും ഏകദേശം വർക്ക് കഴിയാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ വന്ന റോഡുണ്ടല്ലോ, അവിടുന്ന് റോഡ് ഇതിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എടുത്ത ആ റോഡ് അതിലേ ഇങ്ങനെ ഇതിലേ വന്നിട്ട് ഈ റോഡ് മേലേക്ക് കയറും കണ്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം റോഡ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞ സമയത്ത് അപ്പോഴത്തേനും എനിക്കൊരു ഡ്രോൺ വാങ്ങണം, എന്നാലേ കറക്റ്റ് കാഴ്ച കിട്ടുള്ളൂ. ഡ്രോൺ വാങ്ങണമെങ്കിൽ എൻ്റെ വീഡിയോ ഒരു 10 മില്യൺ ആളെങ്കിലും കാണേണ്ടി വരും. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല, സ്വപ്നം കാണാം. വലിയ റോഡ് മൊത്തം ടാറിങ് എന്നാണ്. നമ്മളാ വീട് മുറ്റത്തോടുള്ളതൊക്കെ മൊത്തം ഇൻ്റർലോക്കിംഗ് ആണെന്നാണ്. വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ടില്ല. അപ്പം അതുപോലെ മൊത്തം വർക്ക് ഇൻ്റർലോക്ക് തന്നെ ആയിരിക്കും. ഇവിടെ ട്രാൻസ്ഫോമറൊക്കെ നിലത്ത് വെക്കുന്ന മാതിരിയാണല്ലേ. ഓ, ഇതൊക്കെ അടിയിൽ കൂടിയുള്ള ലൈനല്ലേ. പിന്നെ താഴ്ത്ത് വെച്ചാൽ പോരെ, മുകളിലേക്കല്ലല്ലോ പോകുന്നത്. അതാണ് ഞാൻ നോക്കണത്. നല്ല ട്രാൻസ്ഫോമറൊക്കെ താഴ്ത്ത് വെച്ചു. കറണ്ട് ലൈനൊക്കെ ഇതാ ഇവിടെ എത്തി. അതിലൊക്കെ ഫുള്ള് ഓരോ വീടുകളിലേക്കും അടിയിൽ കൂടി അങ്ങനെ പോകും, ഡ്രെയിനേജിൽ കൂടി. ഇനി നമ്മളെ വെള്ളത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇനി ഇവിടെ അടുത്ത സെറ്റാണുള്ളത്. അത് ലൈൻ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രെയിനേജിൽ കൂടി അങ്ങോട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. വെള്ളം ഏത് ഡാമേനി ആ ഡാമിൽ നിന്ന് വെള്ളം സപ്ലൈ ഏതാനും മാസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലായിട്ട് അതിൻ്റെ സപ്ലൈയും റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം അത് റെഡിയാകുന്നവരൊക്കെ ഒരു വെയിറ്റിങ് എത്ര തന്നെ ആയിരിക്കും കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇവർക്ക് കിണർ കുഴിച്ചാലൊന്നും ഒരു വെള്ളം കിട്ടുന്ന ഇതുണ്ടാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടുകാർക്ക് എത്ര വീട്ടുകാർക്ക് വേണം, ഒരു കിണർ എത്ര വീട്ടിൽ ഉപയോഗിക്കാം പോരാ. അപ്പോൾ കുറേ കുഴൽ കിണറുകളും കുറേ സെറ്റപ്പുകളൊക്കെ വേണ്ടി വരും. ഓക്കെ, ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ ടൗൺഷിപ്പിലെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, എന്തായാലും ചെറിയൊരു മഴക്കാറും ഒരു മഴച്ചാറ്റലും, പെരുമഴ പെയ്താൽ ഞാൻ നിന്നുകൊള്ളും. ആ അജാതി വെയിലത്ത് കൂടിയാണ് ഞാൻ നടക്കണത് കേട്ടോ. മഴ ചാറുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അതായത് ചെറിയൊരു മഴപ്പാറ്റിൽ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ടോ വെള്ളം ഒറ്റുന്ന അടയാളം കണ്ടോ. ഓക്കെ,
അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.